നല്ല ട്വിസ്റ്റ് ഉള്ള പടങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ത്രില്ലർ പ്രേമികൾക്ക് പറ്റിയ ഒരു സിനിമയാണെന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. കുറച്ച് പഴയ ഒരു പടമാണ്, അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. അതുകൊണ്ട് കുറേയധികം ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും. എങ്കിലും ഇതിനൊരു സെപ്പറേറ്റ് റിവ്യൂ അർഹിക്കുന്ന ഒരു സിനിമയായിട്ട് തോന്നി. അതുകൊണ്ടാണ് ചെയ്യുന്നത്. സോ എ മൂവി റെക്കമെൻഡേഷൻ. ഡെത്ത് വാച്ച് എന്നൊരു സംഘടന, അതായത് വധശിക്ഷയ്ക്കെതിരെ പോരാടുന്ന ഒരു ഗ്രൂപ്പാണ്. ഇതിലെ അംഗമായ ഒരു കോളേജ് പ്രൊഫസറാണ് ഇതിലെ നായകൻ ഡേവിഡ് ഗെയിൽ. എന്നാൽ വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ അയാളെ തന്നെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നു എന്നുള്ളതാണ്. അതും ഇതേ സംഘത്തിലെ അയാളുടെ ഉറ്റ സുഹൃത്തും സഹപ്രവർത്തകയുമായിരുന്ന കോൺസ്റ്റൻസ് എന്ന യുവതിയെ ക്രൂരമായിട്ട് കൊന്നു എന്ന കാരണത്തിന്. തുടർന്ന് സംഭവിച്ചു എന്നുള്ളതാണ് ഈ പടം പറയുന്നത്. ചിത്രം 2003 അലൻ പാർക്കർ സംവിധാനം ചെയ്ത് കെവിൻ സ്പേസി, കേറ്റ് വിൻസ്ലെറ്റ്, ലോറ ലീനി തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ വന്ന ദ ലൈഫ് ഓഫ് ഡേവിഡ് ഗെയിൽ. വളരെ മികച്ച ഒരു ക്രൈം ഡ്രാമ അല്ലെങ്കിൽ ത്രില്ലർ പടമാണിത്. ഒരു സ്ലോ ബേൺ ത്രില്ലറാണിത്. വളരെ പതിഞ്ഞ താളത്തിൽ തുടങ്ങിയിട്ട് പിന്നെ ത്രില്ലർ അടിപ്പിച്ച് നമ്മളെ ആകാംക്ഷയോടെ കാണാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു സിനിമ കൂടിയാണ്. ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ചില മനുഷ്യർ ഏതറ്റം വരെ പോകാനും തയ്യാറാകും എന്നുള്ളതിന്റെ ഒരു പക്ക എക്സാമ്പിൾ ആണ് ഈ പടം എന്നൊക്കെ പറയാം. സോ നല്ല സ്ക്രിപ്റ്റ് പടത്തിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് ആണ്. ലേർഡ് ആയിട്ടുള്ള ഒരു കഥയാണ് ഇതിനുള്ളത്. അതുപോലെ ക്യാരക്ടർ ഡ്രിവൺ ആയിട്ടുള്ള ഒരു സിനിമയാണ്. കഥാപാത്രങ്ങളോട് നമുക്കൊരു ഇഷ്ടം തോന്നുകൊണ്ട് തന്നെ നല്ലൊരു ഇമോഷണൽ കണക്ഷൻ പടത്തിന് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്നുണ്ട്. പോരാത്തതിന് വല്ലാത്തൊരു ട്വിസ്റ്റും കൂടിയുള്ള ഒരു പടമാണ്. ആ ട്വിസ്റ്റ് ഏത് ടൈപ്പ് ഒരു റിയാക്ഷൻ ആയിരിക്കും പ്രേക്ഷകർക്ക് തരിക എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുകയില്ല. ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല, സ്പോയിലറായി പോകും. ഇത് കണ്ടിട്ടുള്ളവർക്ക് നന്നായിട്ട് അറിയാം. പിന്നെ നല്ല മേക്കിംഗ് ആണ്, അതും നല്ല കിടിലൻ ക്യാമറ, വിഷ്വൽസ് ഒക്കെ ഭയങ്കര രസമാണ് കാണാനായിട്ട്. പിന്നെ എല്ലാറ്റിലും ഉപരിയായിട്ട് ഇതിൽ അഭിനയിച്ചവരുടെയൊക്കെ കിടിലൻ പെർഫോമൻസും പടത്തിലുണ്ട്. ഇതിലെ നായകൻ ഡേവിഡ് ഗെയിൽ ആയിട്ട് വരുന്നത് കെവിൻ സ്പേസി ആണ്. ആസ് യൂഷ്വൽ പുള്ളി ആ റോള് അതിന്റെ ആത്മാവിനെ ഫുൾ ആയിട്ട് സ്വീകരിച്ച് ചെയ്തതുപോലെ തന്നെ കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. നായിക ബിറ്റ്സി ബ്ലൂം എന്ന ന്യൂസ് റിപ്പോർട്ടറായിട്ട് വരുന്ന കേറ്റ് വിൻസ്ലെറ്റും മികച്ച പെർഫോമൻസ് പടത്തിൽ കാഴ്ചവെക്കുന്നുണ്ട്. ഈ പടം കണ്ടു കഴിഞ്ഞിട്ടും ഇതിലെ ഈ ക്യാരക്ടേഴ്സ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കും. ഈ രണ്ട് ലീഡ് കഥാപാത്രങ്ങളോടൊപ്പം തന്നെ എനിക്കിതിലേറെ ഇഷ്ടപ്പെട്ടതാണ് കോൺസ്റ്റൻസ് എന്ന ഇതിലെ ലോറ ലിനി അവതരിപ്പിച്ച ക്യാരക്ടറും. സ്ക്രീൻ സ്പേസ് കുറവാണ്, പക്ഷെ ഇമോഷണലി വളരെ ഒരു അറ്റാച്ച്മെന്റ് തോന്നിയ ഒരു കഥാപാത്രമായിട്ടാണ് എനിക്കിത് തോന്നിയത്. പിന്നെ സാക്ക് എന്ന കഥാപാത്രമായിട്ട് വന്ന ഗബ്രിയേൽ മാൻ ഉൾപ്പെടെ മറ്റു കഥാപാത്രങ്ങളും നല്ലതാണ്. അഭിനയിച്ച ആൾക്കാരുടെ എല്ലാം പെർഫോമൻസും നല്ലതാണ്. ടെക്നിക്കലി ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ, ആ കാലഘട്ടമൊക്കെ പരിഗണിക്കുമ്പോൾ കിടിലൻ വിഷ്വൽസ് ആണ് സിനിമയ്ക്കുള്ളത്. ഇതിന്റെ ക്യാമറ, കളർ ടോൺ, ലൊക്കേഷൻ, ചില ഫ്രെയിംസ് ഭയങ്കര രസമാണ്. അക്കാലത്ത് 35mm ഫിലിമിൽ ഷൂട്ട് ചെയ്തതാണ്. അതും പാനാവിഷനും അരിഫ്ലെക്സ് ക്യാമറയും രണ്ടും കൂടി എങ്ങാണ്ട് ഒരുമിച്ചാണ് ഈ പടത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. നല്ല രസമാണ്. ചില ഷോട്ട്സ് ഒക്കെ ഇങ്ങനെ സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുത്തു വെക്കാൻ പറ്റുന്ന രീതിയിലാണ്. പിന്നെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും നൈസാണ്, എഡിറ്റിങ്ങും. ഇനി ഇതിന്റെ നെഗറ്റീവ്സ് പറയുകയാണെങ്കിൽ ഇതിന്റെ ആ ഒരു മൂല കാരണത്തെ കുറിച്ച് പലർക്കും പലതരം അഭിപ്രായങ്ങൾ വരാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. സിനിമ റിലീസായ സമയത്ത് വളരെ മോശം റിവ്യൂസ് ആണ് ഈ പടത്തിന് കിട്ടിയത്, അങ്ങനെയാണ് ഞാൻ കേട്ടത്. സോ അവർക്ക് അവിടെ ഈ ഒരു പ്രമേയം, എന്തിനു വേണ്ടിയാണ് ഈ സിനിമ എന്നുള്ളത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് കേട്ടിട്ടുള്ളത്. അതുപോലെ ഒരു വമ്പൻ ഹിറ്റൊന്നും ആയിരുന്നില്ല ഈ പടം. ജസ്റ്റ് മുടക്കുമുതൽ മാത്രം കണ്ട് തിരിച്ചു കിട്ടിയ ഒരു സിനിമ കൂടിയാണ്. പക്ഷെ പിന്നീട് ഈ പടത്തിന്റെ വീഡിയോ CD ഒക്കെ റിലീസ് ആയതിനു ശേഷം പല നല്ല അഭിപ്രായങ്ങളൊക്കെ വന്നു തുടങ്ങി. അങ്ങനെ പയ്യെ പിന്നീട് ഗംഭീര ട്വിസ്റ്റുകളുള്ള സിനിമകളുടെ ലിസ്റ്റിൽ ഇടം പിടിച്ച ഒരു ക്ലാസിക് ഐറ്റമായിട്ട് മാറുകയായിരുന്നു. സോ മൊത്തത്തിൽ നല്ലൊരു ക്രൈം ത്രില്ലർ അല്ലെങ്കിൽ ക്രൈം ഡ്രാമ എന്ന് പറയാവുന്ന ഒരു സിനിമയാണ് ദ ലൈഫ് ഓഫ് ഡേവിഡ് ഗെയിൽ. എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ട സിനിമയാണ്. മറക്കാൻ പറ്റാത്ത ഒരു ക്ലൈമാക്സ് ഉള്ള ഒരു സിനിമ കൂടിയാണ്. എല്ലാവരുടെയും ഗംഭീര പെർഫോമൻസും പടത്തിലുണ്ട്. നല്ല ടെക്നിക്കൽ ക്വാളിറ്റിയും ഉള്ള ഒരു സിനിമയാണ്. സോ ഞാൻ ഈ പടം ഇതുവരെയും കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാനിത് റെക്കമെൻഡ് ചെയ്യുകയാണ്. കാണാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പടം ഇപ്പോൾ ആമസോൺ പ്രൈം വീഡിയോയിൽ റെന്റിലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്റർനെറ്റിന്റെ ശക്തി ഉപയോഗിച്ചും കാണാൻ പറ്റും. ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. മലയാളം സബ്ടൈറ്റിൽ മൂവി മിററിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 2 മണിക്കൂർ 10 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. IMDbയിൽ ഇതിന് 7.5 ഔട്ട് ഓഫ് 10 റേറ്റിംഗ് ഉണ്ട്. പടം 18+ ആണെന്ന് ഓർക്കുക. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാ.